നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പിണറായി കട്ടക്കലിപ്പിലാണ്. എങ്ങനെ ആകാതിരിക്കും? കൈകോർത്തു പിടിച്ചവർ തന്നെ സ്വന്തം തട്ടകത്തിൽ വന്ന് രാജകീയ സുഖം അനുഭവിക്കുമ്പോൾ അത്രയ്ക്കൊന്നും സഹിഷ്ണുതയോടെ ഒന്നിനും പ്രതികരിക്കാൻ ഇരട്ടച്ചങ്കുള്ള സഖാവിനല്ല, ചിരിച്ചുകൊണ്ട് ജനപ്രീതി ആർജിച്ച നമ്മുടെ സ്വന്തം നയനാർ സഖാവിന് പോലും കഴിഞ്ഞുവെന്ന് വരില്ല. CPM-ന്റെ തട്ടകത്തിൽ നിന്ന് കോൺഗ്രസിലേക്ക് കൂടുമാറിയ കെ പ്രേമചന്ദ്രൻ MP-ക്കെതിരായ പരനാറി പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രേമചന്ദ്രനെതിരെ താൻ അങ്ങനെ പറഞ്ഞതിൽ എന്താണ് തെറ്റെന്നാണ് പിണറായി വിജയൻ ചോദിക്കുന്നത്. രാഷ്ട്രീയത്തിൽ നെറി വേണം, ആ നെറി പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരുമാണ്. അന്ന് LDF-നോട് ചെയ്തത് UDF-നോട് ചെയ്യില്ലെന്ന് ആര് കണ്ടെന്നും പിണറായി തിരിച്ചടിച്ചു. NK പ്രേമചന്ദ്രനെതിരായ പിണറായി വിജയന്റെ പരനാറി പ്രയോഗം ഏറെ വിവാദമായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MA ബേബിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊല്ലത്ത് വന്ന പിണറായി 3 യോഗങ്ങളിൽ പരനാറി പ്രയോഗം നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ LDF-ന്റെ ഭാഗമായിരുന്ന പ്രേമചന്ദ്രൻ UDF-ലേക്ക് മാറിയതിനെ കുറിച്ച് പറയുമ്പോഴായിരുന്നു പിണറായി വിജയൻ പരനാറി പ്രയോഗം നടത്തിയത്. പിന്നെ CPM-നുള്ളിലും CPM സഖാക്കളുടെ കാതുകൾക്കും ഈ പദപ്രയോഗം പുത്തരിയൊന്നുമല്ല. എപ്പോഴും ഇങ്ങോട്ടടിക്കുന്ന അമ്പ് ഇടയ്ക്കൊക്കെ പുറത്തേക്കും ഒന്ന് എറിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. ഇടയ്ക്ക് ആരൊക്കെയോ പിണറായി വിജയൻ എന്ന പദത്തെ അക്ഷരസ്ഫുടതയില്ലാതെ പരനാറി വിജയൻ എന്ന് വിളിച്ചത് ഓർത്തുപോകുന്നു. ഇന്ത്യ മഹാരാജ്യം തന്നെ കേരളമാണെന്ന് വിശ്വസിക്കുന്ന ന്യൂനപക്ഷമായ CPM മറ്റ് പല സംസ്ഥാനങ്ങളിലും BJP-യെ തുരത്താൻ കോൺഗ്രസുമായി കക്ഷിചേരൽ നടത്തിയപ്പോൾ ചക്കിന് വച്ചത് കൊക്കിന് കൊള്ളുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ CPM-ലെ ഒരു സഖാക്കളെയും അമ്മമാരെയും വേദനിപ്പിക്കാതെ ആശ്വാസം പകർന്നു മാത്രം പോകാനായി വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധി എന്ന രാജപുത്രന്റെ വരവിൽ കലികൂട്ടി നിൽക്കുമ്പോൾ തന്നോളം ചേർന്ന് നിന്നിട്ട് പോകുന്നവനെ എന്ത് വിളിക്കണം? അത് സഖാവ് പിണറായി വിജയന് നന്നായി അറിയാം. തെറ്റു പറയാനും പറ്റില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.